45 പേരുടെ ജീവനെടുത്ത മദീന ബസ് ദുരന്തത്തിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇന്ത്യൻ പ്രതിനിധി സംഘം ദുരന്തഭൂമിയിലെത്തി. ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധനയും സംസ്കാരമടക്കമുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കുകയാണ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം ഉച്ചയോടെയാണ് സൗദി അറേബ്യയിലെ മദീന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജി അടക്കമുള്ളവർ സംഘത്തിലുണ്ട്. സംഘത്തെ സ്വീകരിക്കുവാൻ എംബസി സ്റ്റാഫ് വിമാനത്താവളത്തിലെത്തിയിരുന്നു. KNCC, നവോദയ എന്നീ മലയാളി സംഘടനാ പ്രവർത്തകരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ദുരന്തത്തിന് ഇരയായവരുടെ ബന്ധുക്കൾക്കൊപ്പം ഇവർ DNA ടെസ്റ്റ് നടത്തുന്ന സെന്ററിലെത്തി പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനുള്ള നടപടികളാണ് ആദ്യം പൂർത്തിയാക്കിയത്. സൗദിയിലെ ഹജ്ജ്, ഉംറ മന്ത്രാലയങ്ങൾ, ഇന്ത്യൻ എംബസി, ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവരുമായി സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ്സിന് തീപിടിച്ച് അപകടമുണ്ടായത്. 46 പേരുണ്ടായിരുന്ന ബസ്സിലെ 45 പേരും ദുരന്തത്തിൽ മരിച്ചു. 25 വയസ്സുള്ള അബ്ദുൽ ഷെയ്ബ് മാത്രമാണ് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ബസ് ഓടിച്ചിരുന്നത് UAE-യിൽ താമസിക്കുന്ന കർണാടക സ്വദേശിയായ അബ്ദുൽ ഗനിയാണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, മദീന.